നമസ്കാരം. ഒമാന്റെ ആകാശം ഇന്ന് അതിമനോഹരമായ കാഴ്ചയ്ക്ക് സാക്ഷ്യം വഹിക്കും. മന്ത്രവാദം നടത്തി ഒരു കൂട്ടം സ്ത്രീകളിൽ നിന്നും പണം തട്ടിയെടുത്തതിന് ഒരാളെ അറസ്റ്റ് ചെയ്തു. മസ്കറ്റ് അന്തർദേശീയ വിമാനത്താവളത്തിൽ പ്രവർത്തനം ആരംഭിച്ച ഈ ഗേറ്റുകൾ യാത്രക്കാർക്ക് ഏറെ സൗകര്യമാകും. ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ്, പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്. ഒമാന്റെ ആകാശം ഇന്ന് അതിമനോഹരമായ പേഴ്സീഡ് ഉൽക്കാവർഷത്തിന് സാക്ഷ്യം വഹിക്കുമെന്ന് ഒമാൻ ആസ്ട്രോണമിക്കൽ സൊസൈറ്റി അറിയിച്ചു. ഓഗസ്റ്റ് 24 വരെ ഇത് തുടരുമെന്നും ആസ്ട്രോണമിക്കൽ സൊസൈറ്റി അറിയിച്ചിട്ടുണ്ട്. പേഴ്സീഡ് ഉൽക്കാവർഷം ഏറ്റവും അറിയപ്പെടുന്നത് വേനൽക്കാല ഉൽക്കാവർഷങ്ങളിലാണ്. നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയുന്ന ഇവ ഇന്ന് വൈകിട്ട് മുതൽ നാളെ പുലർച്ചെ വരെ നീണ്ടു നിൽക്കും. മണിക്കൂറിൽ 60 മുതൽ 100 വരെ ഉൽക്കകൾ കാണുവാൻ സാധിക്കും. പേഴ്സീഡ് ഉൽക്കാവർഷം സാധാരണയായി മണിക്കൂറുകളോ ദിവസങ്ങളോ നീണ്ടു നിൽക്കുന്നവയാണ്. വെളിച്ചമെത്താത്തതും മരങ്ങൾ ഉൾപ്പെടെയുള്ള തടസ്സങ്ങൾ ഇല്ലാത്തതുമായ പ്രദേശത്തു നിന്നും ഇത് നിരീക്ഷിക്കാവുന്നതാണ്. ഭൂമിയിലേക്ക് വരുന്ന ഉൽക്കകൾ അന്തരീക്ഷവുമായി ഘർഷണത്തിൽ എത്തുമ്പോഴാണ് കത്തുന്നത്. ഇങ്ങനെ കത്തി വീഴുന്ന ഉൽക്കകൾ ആകാശത്ത് അഗ്നിരേഖ സൃഷ്ടിക്കും. ദൂരദർശിനി പോലുള്ള ഉപകരണങ്ങളുടെ സഹായമില്ലാതെ കാണാൻ കഴിയുന്ന നിരവധി ജ്യോതിശാസ്ത്ര സംഭവങ്ങളിൽ ഒന്നാണ് പേഴ്സീഡ് ഉൽക്കാവർഷം. അതിശയകരമായ ചിത്രങ്ങൾ പകർത്തുവാൻ ജ്യോതിശാസ്ത്ര പ്രേമികൾക്ക് ഇതൊരു മികച്ച അവസരമാണെന്ന് ഒമാൻ ആസ്ട്രോണമിക്കൽ സൊസൈറ്റി അധികൃതർ അറിയിച്ചു. മന്ത്രവാദം നടത്തി ഒരു കൂട്ടം സ്ത്രീകളിൽ നിന്നും പണം തട്ടിയെടുത്തതിന് ഒരാളെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു. ദോഫാർ ഗവർണറേറ്റിൽ അറബ് വംശജനാണ് അറസ്റ്റിലായത്. വ്യക്തികളുടെ പരാധീനതകളെ ചൂഷണം ചെയ്യുന്ന ഇത്തരം പ്രവൃത്തികൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്നും ഇത്തരത്തിലുള്ള സംശയാസ്പദമായ പ്രവർത്തനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ അധികാരികളെ അറിയിക്കുകയും വേണമെന്ന് റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു. മസ്കറ്റ് അന്തർദേശീയ വിമാനത്തിൽ ഈയിടെ പ്രവർത്തനം ആരംഭിച്ച ഈ ഗേറ്റ് യാത്രക്കാർക്ക് ഏറെ സൗകര്യപ്രദമാകുന്നു. സുരക്ഷാ ഉദ്യോഗസ്ഥരുടെയോ മറ്റോ സഹായമില്ലാതെ എമിഗ്രേഷൻ നടപടികൾ പൂർത്തിയാക്കാൻ കഴിയുന്ന സംവിധാനമാണിത്. പുതിയ സംവിധാനം നിലവിൽ വന്നതോടെ യാത്രക്കാർക്ക് ഒമാനിലേക്ക് പ്രവേശിക്കുമ്പോഴും ഒമാനിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോഴും ഉണ്ടാകുന്ന നടപടിക്രമങ്ങളും യാത്രാരേഖകളുടെ പരിശോധനയും വേഗത്തിലായിട്ടുണ്ട്. ഒമാൻ വിഷൻ 2040 പദ്ധതിയുടെ ഭാഗമായി ഒമാനിലെ വിമാനത്താവളങ്ങളിലെ യാത്രാ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് ഈ പുതിയ സേവനം ആരംഭിച്ചത്. യാത്രക്കാർക്ക് സുരക്ഷിതവും വേഗത്തിലുള്ളതുമായ സേവനം സ്വന്തമായി കൈകാര്യം ചെയ്യാൻ കഴിയുന്ന രീതിയിൽ നൽകുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്ന് മസ്കറ്റ് അന്താരാഷ്ട്ര വിമാനത്താവള അധികൃതർ പറഞ്ഞു. യാത്രക്കാർക്ക് സ്വന്തമായി തന്നെ യാത്രാ രേഖകൾ റെക്കോർഡ് ചെയ്യാൻ കഴിയുന്ന സംവിധാനമാണ് ഇവിടെ ഉള്ളത്. തൊഴിൽ നിയമവ്യവസ്ഥകൾ ലംഘിക്കുന്ന സ്വകാര്യ സ്ഥാപനങ്ങൾക്കെതിരായ നടപടികൾ നിശ്ചയിക്കുന്നതിനുള്ള പുതിയ മാർഗരേഖകൾ പുറത്തിറക്കി. തൊഴിൽ മന്ത്രാലയം പുതിയ തീരുമാനമനുസരിച്ച് തൊഴിൽ ഉടമകളോ തൊഴിലാളികളോ തൊഴിൽ നിയമലംഘനം നടത്തിയാൽ അവ രജിസ്റ്റർ ചെയ്യേണ്ടതും ലംഘനങ്ങൾ നിയന്ത്രിക്കേണ്ടതും ജുഡീഷ്യറി നിയമ എൻഫോഴ്സ്മെന്റ് ഓഫീസറുടെ ഉത്തരവാദിത്തമാണ്. കൂടാതെ അധികാരികൾ അവരുടെ പദവികളും മറ്റും സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടുള്ള തിരിച്ചറിയൽ രേഖകൾ കൈവശം കരുതിയിരിക്കുകയും വേണം. ലംഘനം ശ്രദ്ധയിൽപ്പെട്ടാൽ ജുഡീഷ്യൽ ഓഫീസർമാരായി പ്രവർത്തിക്കാൻ അധികാരമുള്ളവർ ഒരു നിയമലംഘന റിപ്പോർട്ട് തയ്യാറാക്കണമെന്നും പുതിയ നിർദ്ദേശത്തിലുണ്ട്. പ്രവാസി തൊഴിലാളികൾക്ക് അനുവദിച്ച വർക്ക് പെർമിറ്റുകൾ പുതുക്കുന്നതിൽ നിന്നും പുതിയത് അനുവദിക്കുന്നതിൽ നിന്നും തടയുന്നത് ഈ സേവനങ്ങളിൽ എടുത്തു പറയുന്നുണ്ട്. ഖരീഫ് സീസണിന്റെ തുടക്കം മുതൽ ജൂലൈ 31 വരെ ദോഫാർ ഗവർണറേറ്റ് സന്ദർശനം നടത്തിയവരുടെ എണ്ണം 4 ലക്ഷം കവിഞ്ഞു. കഴിഞ്ഞ വർഷത്തെ ഇതേ കാലയളവിനെ അപേക്ഷിച്ച് 4.3% വർധനവാണ് ഉള്ളത്. ദോഫാറിലേക്കുള്ള ഒമാനി സന്ദർശകരുടെ എണ്ണം 3% വർദ്ധിച്ചു. മറ്റ് അറബ് രാജ്യങ്ങളിൽ നിന്നുള്ളവരുടെ എണ്ണത്തിലും ഗണ്യമായ വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ജൂൺ 21 ആരംഭിച്ച് 3 മാസം നീണ്ടു നിൽക്കുന്നതാണ് ഈ വർഷത്തെ ഖരീഫ് ആഘോഷങ്ങൾ. കടൽ തീരങ്ങൾ, മലനിരകൾ, കൃഷിയിടം, മരുഭൂമി എന്നിങ്ങനെ വൈവിധ്യമാർന്ന ഭൂപ്രകൃതിയാണ് ദോഫാറിനെ സഞ്ചാരികളുടെ പറുദീസയാക്കുന്നത്. ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പുരാവസ്തു ചരിത്ര സ്ഥലങ്ങളും ദോഫാർ ഗവർണറേറ്റിൽ ഉണ്ട്. ഇതോടെ ഇന്നത്തെ ഗൾഫ് അപ്ഡേറ്റ്സ് പൂർണ്ണമാവുന്നു. വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം. ഒമാനിലെ ആദ്യത്തെ ധനവിനിമയ സ്ഥാപനം Bring home your exchange. 100 years of tradition. We exchange trust. ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും 96201150 എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കൂ. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ്, പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്.